നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് ഡെക്കറേറ്റിംഗ് ആണ്. കേക്ക് ഡെക്കറേറ്റിംഗ് നമുക്ക് ആവശ്യങ്ങൾ ഷുഗർ സിറപ്പ്, വിപ്പിംഗ് ക്രീം, വൈറ്റ് ചോക്ലേറ്റ്, അതേപോലെ തന്നെ നമുക്ക് കേക്ക് 3 ലെയറായി മുറിച്ചത്. ഇനി നമുക്ക് ആ ഒരു പാത്രത്തിൽ കേക്ക് വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഫസ്റ്റ് ലെയർ വയ്ക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിക്കണം. കേക്ക് ഫുള്ളായി ഷുഗർ സിറപ്പ് ഒഴിക്കണം. നന്നായി നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് ആ ഒരു കേക്കിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ നന്ന കട്ടിയിൽ ഒഴിക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു കേക്കിന് നല്ല മധുരം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം തേക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തേക്കാനായി ശ്രദ്ധിക്കുക, എങ്കിൽ നല്ല ടേസ്റ്റ് കേക്കിലുണ്ടാവും. നല്ല തിക്കിൽ വേണം നമ്മൾ ക്രീം ഇതിൽ തേച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റ് കുറച്ചുകൂടി കിട്ടും. ഇപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചിരണ്ടിയിട്ടതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ വയ്ക്കുമ്പം ഇത് ഒരേപോലെ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നേരത്തെ ചെയ്തപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കണം. നമുക്ക് ലാസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഒഴിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ക്രീമിലേക്കൊക്കെ ഷുഗർ സിറപ്പ് ഇറങ്ങി ചെല്ലണം. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് വൈറ്റ് കളർ വിപ്പിംഗ് ക്രീമാണ്. നമുക്ക് വേണ്ടത് ഒരു പിങ്ക് കളർ വിപ്പിംഗ് ക്രീമാണ്. കാരണം നമ്മൾ സ്ട്രോബെറി ഫ്ലേവറാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിങ്ക് കളർ ക്രീമും വേണം. അപ്പോൾ നമ്മൾ പിങ്ക് കളർ മേലെ ഭാഗത്ത് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഭാഗത്തൊക്കെ മുഴുവനായി തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അടിഭാഗത്തൊക്കെ ഫുള്ള് തേച്ച് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ മോസ്റ്റ് സിമ്പിൾ ഡെക്കറേഷൻ ആയതുകൊണ്ട് നമ്മൾ വലിയ പണിയൊന്നും വരുന്നില്ല. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്ക് സിമ്പിളായി ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ക്രീമൊക്കെ ഫുള്ള് കേക്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് നല്ല നൈസാക്കി എടുക്കാം. അതിന് ശേഷം നമുക്കിതിൽ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന നോസിലാണ് ഇപ്പോൾ കാണിച്ചത്. നമ്മൾ സാധാരണ പൂവൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന നോസിലാണിത്. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഒരു റോസ് ഫ്ലവറാണ്. അപ്പോൾ നമ്മൾ ഒരു ഇടവിട്ട് റോസ് ഫ്ലവർ മുഴുവനായി വരച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഇടവിട്ട സ്ഥലത്തൊക്കെ ജസ്റ്റ് അതുകൊണ്ട് അതേ നോസിൽ വെച്ച് തന്നെ ചെറിയൊരു സ്റ്റാർ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ റോസ് ഫ്ലവറിൻ്റെ മേലെ ഒരു ലെയറും കൂടി അതിന് മേലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടിയിൽ ചെറിയൊരു സൈഡിലായിട്ട് ഡിസൈനിങ് കൊടുക്കണം. ഇത് ഈ നോസിൽ കൊണ്ട് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 കളറാണ് ഡിസൈനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, വൈറ്റ്
അതുപോലെ തന്നെ പിങ്കും. നമ്മൾ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.